1987 ചെറിയാൻ കൽപ്പകവാടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. അദ്ദേഹം അന്ന് വളരെ ചെറുപ്പമാണ്, ഡോക്ടർ ചെറിയാൻ കൽപ്പകവാടി. അദ്ദേഹത്തിൻ്റെ ഒരു കഥ വേണുനാഗവള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. അതാണ് സർവകലാശാല. ആ സിനിമയിൽ ലാലേട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ലാൽ എന്നാണ്. നമ്മുടെ ചക്കരയ്ക്ക് ജോലി കിട്ടി. ആ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി എൻ്റെ കഥ പറയാം. അതിൽ ഒരു അനാഥനായ ഒരു ചെറുപ്പക്കാരൻ, അതാണ് ലാൽ. ലാലിന് പക്ഷേ ഒരുപാട് സ്വത്തുണ്ട്. അതായത് ലാലിൻ്റെ അച്ഛൻ ഒരുപാട് സ്വത്ത് ലാലിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാലിൻ്റെ സാമ്പത്തികമൊന്നും ഒരു പ്രശ്നമില്ല. ആൾ വളരെ ചില്ലായിട്ട് ജീവിക്കുന്ന വീടുണ്ട്, അത്യാവശ്യം കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ജനിച്ചതും വളർന്നതും, അതായത് ചെറുപ്പകാലം മുതൽ അദ്ദേഹം ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. ഈ ലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന് അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചു. അച്ഛനെ ലാൽ കണ്ടിട്ടില്ല. പക്ഷേ അച്ഛൻ, അതായത് ലാലിൻ്റെ അച്ഛനാണെന്ന് അംഗീകരിച്ച ശേഷം അച്ഛൻ ഒരുപാട് സ്വത്ത് ലാലിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാലിനെ വളർത്തിയതൊക്കെ ഈ പറയുന്ന കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ ഒരു ഓർഫനേജിലാണ് വളർന്നത്. അങ്ങനെ അവിടെ തന്നെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നു, പിന്നീട് അവരുടെ തന്നെ കോളേജിൽ പഠിക്കുന്നു. അങ്ങനെ ആ ഒരു ക്യാമ്പസാണ് ലാലിൻ്റെ സ്വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാലിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്യാമ്പസാണ്. അവിടെ തന്നെ പ്രീ ഡിഗ്രിയും MA ഒക്കെ കഴിഞ്ഞ് 2ഉം 3ഉം MA ഒക്കെ എടുത്ത് വീണ്ടും ആ കോളേജിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ലാലിൻ്റെ കൂടെ പഠിച്ചിരുന്നവർ അവിടുത്തെ മാഷുമാരായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാൽ അല്ലെങ്കിൽ ലാലേട്ടനാണ്. ഒരിക്കലും ആ ക്യാമ്പസ് വിട്ടു പോകാൻ ലാലേട്ടന് പറ്റിയിട്ടില്ല. വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ മറ്റു കുട്ടികളെല്ലാവരും വീടുകളിൽ പോയി കഴിഞ്ഞാൽ ലാൽ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാമ്പസിനെ വളരെയധികം സ്നേഹിക്കുന്ന, സുഹൃത്തുക്കളെ വളരെയധികം സ്നേഹിക്കുന്ന, എല്ലാവരുടെയും പ്രിയപ്പെട്ട, ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കുക, ആരെന്ത് പൈസ ചോദിച്ചാലും എടുത്തു കൊടുക്കുക, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്.